ഒരു കല്ലിൽ രണ്ട് മാങ്ങ എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ. പക്ഷേ ഇവിടെ ഒരു കല്ലിൽ 3 മാങ്ങയാണേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെങ്ങനെയെന്ന്. എന്തായാലും അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് മണി സേവിങ്, ടൈം സേവിങ്, വർക്ക് സേവിങ് ആയിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ പൊതുവേ എല്ലാവരും ചെയ്യുന്നൊരു സംഭവമല്ലേ എന്ന്. 2-3 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയും കാറ്റും അതോടൊപ്പം തന്നെ നല്ല തണുപ്പുമാണ്. രാവിലെ എണീറ്റ് പണി ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ തന്നെ വയ്യ കേട്ടോ. അതുപോലെ എന്നിട്ട് രാവിലെ ഒരു ഫുഡ്, ഉച്ചയ്ക്ക് ഒരു ഫുഡ്, രാത്രി ഒരു ഫുഡ്, അത് ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷനാണ്. അപ്പം ഞാൻ തീരുമാനിച്ചു ഒരു ഫുഡ് കഴിച്ചിട്ട് 3 നേരം അങ്ങനെ ഒപ്പിക്കാന്ന് പറഞ്ഞിട്ട് രാവിലെ എണീറ്റ് സാലഡ് ഉണ്ടാക്കാനായിട്ട് രാത്രി തന്നെ ഗ്രീൻ പീസ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പം ഞാൻ രാവിലെ എണീറ്റ് തന്നെ എന്തായാലും സാലഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിന് പകരം ഗ്രീൻ പീസ് വെച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കറി കുറച്ച് നീട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തേക്കും ഉച്ചത്തേക്കും രാത്രിക്കും ചേർത്തിട്ട് ഫുൾ അങ്ങനെ കറി ഉണ്ടാക്കി 6 ദിവസത്തെ മെയിൻ പരിപാടി അങ്ങനെ ഒന്ന് തീർത്തു. ഇപ്പം മനസ്സിലായില്ലേ ഒരു കല്ലിൽ 3 മാങ്ങ എന്ന് പറഞ്ഞതിൻ്റെ റീസൺ? കടൽക്കറി എന്ന് പറയുമ്പോൾ തന്നെ പുട്ടാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ അത് സെറ്റാക്കിയിരുന്നു. അതിനുശേഷം ഞാൻ വെയിറ്റ് ലോസിൻ്റെ റിങ്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുമ്പോൾ തന്നെ 11 മണിയായിരുന്നു. വെയിറ്റ് ലോസിനായിട്ടുള്ള ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു പുട്ടും ഉണ്ടാക്കി ഞാൻ മാറ്റി വെച്ചിരുന്നു. 2 നേരത്തേക്കുള്ളത് ഒന്നിച്ച് ഉണ്ടാക്കി വെച്ചു കേട്ടോ. പക്ഷേ കോളിഫ്ലവർ കുറച്ചുണ്ടായിരുന്നു, അതെടുത്തിട്ട് മസാലയൊക്കെ തേച്ചിട്ട് 65 പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. അത് ഉണ്ടാക്കി എടുത്ത് വെക്കുന്ന സമയത്ത് അത് മെല്ലെ മെല്ലെ കാണാതെ ഒരാൾ താഴെ ഇരുന്നിട്ട് അത് അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കോളിഫ്ലവറുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കിയിട്ട് ഫുള്ള് വറുത്ത് മാറ്റി വെച്ചിരുന്നു. അതിനുശേഷം ഇത് എൻ്റെ ഫസ്റ്റ് മീലാണ് കേട്ടോ 6 ദിവസത്തെ. ഈ ഒരു ഫുഡ് പ്രോട്ടീനും അതേപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഞാൻ എന്തായാലും 2 നേരത്തേക്കുള്ളത് രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഡിന്നറിനും ഈ ഒരു സെയിം ഫുഡാണ്. അത് കഴിഞ്ഞ് ഈവനിങ് സ്നാക്സിനായിട്ട് കുറച്ച് വാട്ടർമെലൺ എടുത്തിരുന്നേ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിന്നറിനും സെയിം ഫുഡായിരുന്നു. ഒരു 7 മണി ആകുമ്പോഴേക്കും ആ ഒരു ഫുഡ് കഴിച്ചിട്ട് 6 ദിവസം അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരുന്നു.